സോ എൻ്റെ GTA 5 ഗെയിം പ്ലേ ഞാൻ ഒരു യുണീക്ക് രീതിയിലാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, റോൾ പ്ലേ തന്നെയാണ്. സോ മൈക്കിളിനെ ഞാൻ അങ്കമാലി ഡോൺ ആയിട്ടാണ് പറയാൻ പോകുന്നത് ഗെയിം കളിക്കുമ്പോൾ. പിന്നെ ട്രെവറിനെ ആസ് പാലക്കാട് അച്ചാച്ചൻ, പിന്നെ ഫ്രാങ്ക്ലിൻ ഞാൻ തന്നെയായിരിക്കും. സോ ഈ രീതിയിലായിരിക്കും ഞാൻ ഗെയിം പ്ലേ കളിക്കുമ്പോൾ റോൾ പ്ലേ ചെയ്യുന്നത് GTA 5. ഹൗഡി ഗൈസ്, GTA 5 ഒരു പുതിയ ഗെയിം പ്ലേ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അങ്കമാലിന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായി. അപ്പൊ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ്. നമുക്ക് ടാക്സി പിടിച്ച് വീട്ടിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഞാൻ ടാക്സി ഒന്ന് കോൾ ചെയ്യട്ടെ. ഇത് ഒരുപാട് സമയം ആയല്ലോ, ടാക്സി കഴിഞ്ഞിട്ട് മഞ്ഞില്ലല്ലോ. ഓക്കെ, ഫൈനലി ടാക്സി എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവാം. സോ ഫൈനലി നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളായി വീട്ടിൽ കയറിയിട്ട്. വീട്ടിലൊന്ന് കയറിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രസ്സ് മാറാം. അപ്പൊ നമുക്ക് കുറച്ച് ലോക്കൽ ഡ്രസ്സ് ഇടാം. ഈ ജീൻസും ഷർട്ട് ഞാൻ മടുത്തു. സോ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? കാണാൻ കുറച്ച് ലോക്കൽ ആയിട്ടില്ലേ? നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ ആന്റി അല്ലേ? അതാണ് സലോമി ആന്റി. എന്റെ ആന്റി എന്തിനുള്ള പുറപ്പാടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് വയ്യ, ഇതൊന്നും ചെയ്യാൻ വയ്യ. എനിക്ക് ജോലിയിലേക്ക് ഇതാ പ്രശ്നം. ഈ ആന്റീനെ കോപ്രായങ്ങളിൽ ഇരുന്ന് കണ്ടുവരും. ആന്റി പോയി, സമാധാനായി. മര്യാദയ്ക്ക് വീട്ടിലോട്ട് കയറാം. സുഖാണോ? എന്റെ ചങ്ക് വിളിച്ചിട്ടുണ്ട് ഒന്ന് നടക്കാൻ പോകാൻ വേണ്ടി. ഗായ്സ്, എനിക്ക് നടക്കാൻ വയ്യ. കുറെ നാളെ നടന്നിട്ട് അവരുടെ കൂടെ. എന്തായാലും നടക്കാം. കിഡ്നാപ്പിംഗോ? ലമാർ തോറ്റി പിടിക്കാൻ പോവാണ്. ബോളോസ് എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ ഒരുത്തനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകണം. നടക്കാനല്ല. എനിക്ക് തോന്നി ലമാർ ഇങ്ങനെ നടക്കാനൊക്കെ വിളിച്ചപ്പോ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന്. ലമാർ ഇതാണ് വണ്ടി. കൊള്ളാം. ലമാറെ വേങ്കര്. സോ ഇന്ന് വർക്കൊന്നുമല്ല, തോട്ടി പിടിക്കാൻ വേണ്ടി പോകണം. ബോളോസ് ഗ്യാങ്ങായിട്ട് തോട്ടി പിടിക്കാൻ വേണ്ടി പോകണം. ഇന്ന് എന്തൊക്കെ പുതിയ നടക്കുന്ന ഒരു പിടുത്തമില്ല. കിഡ്നാപ്പിംഗ് ആണ്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. സോ അങ്ങനെ ഗൈസ് നമ്മൾ സ്ഥലത്താറായി. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. അയ്യോ ഗൈസ്, പോലീസ്. എനിക്ക് തോന്നി ഈ ലമാറായിട്ട് പോകുമ്പോ എന്തെങ്കിലൊക്കെ വള്ളി തലയിൽ വീണു. അയ്യോ പോലീസ് ഉണ്ട് ഗൈസ്, എല്ലായിടത്തും പോലീസാണ്. ഇനി പോലീസിനെ കളയാൻ ഒരുപാട് സമയം എടുക്കും. ലമാറായിട്ട് എപ്പൊക്കെ പോകണോ ഈ പ്രശ്നം പതിവാ. സോ ഫൈനലി നമ്മള് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കിഡ്നാപ്പിംഗിലോട്ട് കിടക്കാം. കിഡ്നാപ്പ് ചെയ്യണം ഗൈസ്. അതാണ് ബോളോസ് ഗ്യാങ്ങിലെ ആള്. ഞാൻ പറഞ്ഞില്ലേ, അവൻ ഏതോ പെണ്ണിനെ സെറ്റ് ചെയ്യാൻ നോക്കണം. ലമാരെ ഒളിച്ച് മാസ്ക് അവനെ നമുക്ക് കൈയോടെ പൊക്കാം. ലമാരെ സംസാരിക്കാണ്ട് വെടിവെക്കാവനെ. ലമാരെ ഡയലോഗ് അടിക്കല്ലേ, വെടിവെക്കി. എടാ ലമാരെ വെടിവെക്കാവനെ. എടാ വെടിവെക്കണം മണ്ടാ. എന്നോട് പറഞ്ഞില്ല അവന് വെടിവെക്കാൻ. ബോളോസ് ഗ്യാങ്ങിൽ അവൻ രക്ഷപ്പെട്ടു. അവന്റെ കോപ്രായം കാരണം ആ ബോളോസ് ഗ്യാങ്ങിൽ അവൻ രക്ഷപ്പെട്ടാണ്. അവനൊരു നശിച്ച വണ്ടി. ഈ വണ്ടി കൊണ്ട് എന്ത് ചേസ് ചെയ്ത് പിടിക്കാനാ? ഈ വണ്ടിയാണെങ്കിൽ ഒന്നിനും കൊള്ളില്ല ഗൈസ്. ആ ബോളോസ് ഗ്യാങ്ങിൽ പിന്നെ എങ്ങനെ പിടിക്കാം? ഈ പണി കിട്ടും. പുള്ളി അങ്ങനെ രക്ഷപ്പെട്ടു പോയാൽ അയാളുടെ ഗ്യാങ് ഉണ്ടല്ലോ, നമ്മളെ വെറുതെ വിടില്ല. അവൻ എന്നാ പോക്കുവാണ് ഗൈസ്. അവൻ വൺസ് എന്റെ കയ്യിൽ കിട്ടി അവൻ തീർന്നു ഗൈസ്. ഏതൊക്കെ ഊടുവഴി കൂടെ കൊടുത്തത് ഒരു പിടുത്തമില്ല. അവൻ പെട്ടു ഗൈസ്. അവന് ബൈക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല. നമ്മളപ്പോ ഓടിച്ചിട്ട് പിടിക്കാൻ പോകണം അവനെ. പട്ടി വാ അവനെ പിടിക്ക്. അവൻ എവിടെ രക്ഷമുള്ള ഗൈസ്. അവനെ ഷുവറായിട്ട് പിടിച്ചിരിക്കും. അതിലൊക്കെ ചാണ്ടു വരും. അവനൊന്ന് പിടിച്ചിരിക്കും ഗൈസ്. അവനെന്തായാലും ഓടി തോപ്പിക്കാൻ പോകണേ. ഞാൻ പണ്ട് മാരത്തോടൊക്കെ ഒരുപാട് സ്കൂളിൽ ഓടിയിട്ടുള്ളതാണ്. അവന് എന്തോരം ഓടും നമുക്ക് കാണാം ഗൈസ്. ചോപ്പോടുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അവൻ എവിടെ ഒളിച്ചിരുന്നാലും നമുക്ക് പിടിക്കാൻ പറ്റുകയാണ്. സോ ഗൈസ്, ബോളോസ് ഗ്യാങ്ങിന്റെ പയ്യൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ ഒരു ഡോർ നോക്കാം. ഇതിനകത്ത് ഉണ്ടാവോ ഗൈസ്? ഇല്ല. നമുക്ക് ഇനി അടുത്ത ബോഗി തപ്പാം. ഇനി ഇതിന്റെ അകത്തുണ്ടോ ഇല്ലയോ ഗൈസ്? ഇതിന്റെ അകത്തും ഇല്ല. ചോപ്പിനെ തപ്പാം. ചോപ്പ് എവിടെയാ? ചോപ്പേ, ആരെന്തീ കാണിക്കണ? കൗതുക ലേശം കൂടുതൽ, മാപ്പാക്കണം ഗൈസ്. ചോപ്പ് കാണിക്കണ്ട. നിർത്ത് ചോപ്പേ. വാ അവനെ നമുക്ക് പിടിക്കണ്ടേ ചോപ്പേ? ബോളസിന് പിടിക്കണ്ടേ ചോപ്പേ? നമ്മളെ കുറെ ഓടിപ്പിച്ചുള്ളതാ. അവനെ പിടിക്കണം. ഇതിന്റെ അകത്താണോ? ഷുവറാണോ ചോപ്പേ? ഈ ബോഗി തുറക്കാം ഗൈസ്. ചോപ്പേ, അവനെ ഓടിച്ചിട്ട് പിടിക്കണോട്ടോ. ഞാൻ തുറക്കാണ്. ചോപ്പേ പിടിക്ക്. കടിച്ചു കയറാണ് ചോപ്പേനെ. വെറുതെ കടിച്ചു കയറണോട്ടോ. നീ മിണ്ടായിരിക്കടാ. നിന്നെ ശരിയാക്കി തരാം. ലമാരെ വേഗം വേണം കേരളത്തോട്ട്. ചോപ്പേ അവനോട് കയറി. അവൻ ചാവണോട്ട് നോക്കണോട്ട് ചോപ്പേ. അവരെ നമ്മളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മളപ്പോ തിരിച്ചു പോവാണ്. അപ്പൊ സക്സസ്ഫുള്ളി നമ്മൾ അവരെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തണം. സോ ഗൈസ്, ലമാർ മണ്ടത്തരം ചെയ്തു. അവൻ സ്വന്തം ഫോൺ നമ്പറിലാണ് ബോളോസ് ഗ്യാങ്ങിലെ ലീഡറിനെ വിളിച്ചേക്കുന്നത്. സോ എന്തായാലും അവർ നമ്മളെ ട്രേസ് ചെയ്യും. നമ്മുടെ കിഡ്നാപ്പിംഗ് വേസ്റ്റ് ആയി. നമ്മളിപ്പോ അയാളെ വെറുതെ വിടാൻ പോണ്. പിടിച്ച പുള്ളിനെ വെറുതെ റിലീസ് ചെയ്യാൻ പോണ്.
I'll be seeing y'all soon. The only reason you been seeing shit cause we went easy on your ass. സോ ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയി ഗൈസ്, വെറുതെ ആയിപ്പോയി. ഇനി നമുക്ക് തിരിച്ചു പോവാം. നമ്മളെ ഇന്ന് ചെയ്ത പരിപാടി മൂഞ്ചി. ഇനി എന്തായാലും സീരിയസ്ലി ഒരു ജോലി കണ്ടുപിടിക്കണം. Alright, motherfucker. You the motherfucker. You better watch out for them ballers. They gonna be on you now. Them cops gonna be on your ass too. Yeah, I ain't worried about it. I'm a motherfucking gangster. You know how I do. I can take care of my sizzle. No, the fuck you kids ain't. ലമാറിന്റെ കൂടെ ഒന്ന് തോട്ടി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബോളോസ് ഗ്യാങ്ങിൽ ഒരുത്തിനെ കിഡ്നാപ്പ് ചെയ്തു, പക്ഷെ കാര്യമില്ല. സോ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.